വെൽക്കം ടു മിനിസ് കേസ് മല്ലിവിളോ. എല്ലാവരും സുഖമായിരിക്കുന്നു. കുറേ ദിവസമല്ലേ ഞാനിങ്ങനെ നിങ്ങളെ മീറ്റ് ചെയ്തിട്ടല്ലേ. എന്നറിയാം, ഇപ്പം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ ലീവായിരുന്നു കേട്ടോ. സൺഡേ ഒരു പ്രോഗ്രാമിന് പോയായിരുന്നു. പിന്നെ മൺഡേ ഞാൻ ലീവ് എടുത്തു. കാരണം കുറേ ദിവസം ഞാൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട്, അപ്പോൾ നല്ലപോലെ ഞാൻ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇന്ന് ഞാൻ മോർണിംഗ് ഷിഫ്റ്റിന് പോയി കേട്ടോ. പോയിട്ട് ഇപ്പോൾ ഞാൻ 4:30 വന്നു. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയി. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ടൈം പാസ്സൊക്കെ ചെയ്ത് എനിക്കൊന്നും പണിയുടെ ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോൾ ഇന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നൈറ്റിലൂടെ ഫുഡ് വെക്കാൻ തുടങ്ങണം. അപ്പം ഞാൻ എന്നറിയാം, എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല കേട്ടോ, ഇത് മോട്ടിവേഷൻ ഒന്നുമല്ല, ചെറിയൊരു ഇത് എന്നറിയോ. എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ മൈൻഡ് എന്ന് പറയുമ്പം എന്താ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ നമ്മൾ പറയില്ലേ, അങ്ങനെ ഓപ്പണായിട്ട് പറയില്ല. ചിലർ എന്ത് കാണുമ്പോൾ ആ തെറ്റ് കാണുമ്പോഴല്ല സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് നമ്മളോട് പറയില്ല. പിന്നിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ കുത്താൻ തുടങ്ങും. മീൻസ് നമ്മളെ ബാക്കിൽ നിന്ന് നമ്മളെ ഇങ്ങനെ മറ്റുള്ളവർ പറയാനും നമ്മളെങ്ങനെ കുത്തി പറയും അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് ഞാൻ എപ്പോഴും ഓപ്പൺ മൈൻഡാണ് കേട്ടോ. ഞാൻ എന്തുണ്ടല്ലോ തുറന്ന് പറയും. അതുപോലെ ഞാൻ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എൻ്റെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞോളൂ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ഓപ്പൺ ഉള്ളവരെ ആരും വിശ്വസിക്കത്തുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാം മുഖത്തടിച്ച് പറയുന്ന കണ്ടോ എന്ന് പറയും. പക്ഷെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു മനസ്സ് എന്തെന്ന് ഞാനെങ്ങനെ അത് മീൻസ് അതെങ്ങനെ പറയും, ഞാൻ എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിയുമ്പോഴല്ലോ നമ്മളങ്ങ് ഫ്രീ ആകും. ഞാനങ്ങനെ എൻ്റെ മനസ്സ് ഞാൻ എന്തെങ്കിലും ഉള്ളത് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് ഉണ്ടല്ലോ. ഞാൻ കുറേ സമയം ഇങ്ങനെ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ആലോചിച്ചിട്ട് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഓപ്പണായിട്ട് അതുകൊണ്ട് പറയും. പക്ഷേ ഞങ്ങൾ പല സ്ഥലത്തും എനിക്കത് ഭയങ്കര അനുഭവമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പം അവർക്ക് ഹേർട്ടാകും. പക്ഷേ സൈലൻ്റ് ആയിട്ടിരിക്കുന്നവരെന്ത് ചെയ്യും, പുറകിൽ നമ്മൾ കുത്തും. അവർ നമ്മൾ സൈലൻറ്റ് കില്ലർ എന്നൊക്കെ പറയല്ല. അതുപോലെ ഈ പണ്ടത്തെ ഈ മഹാന്മാരും അവരൊക്കെ പറയാറില്ലേ, സൈലൻറ്റ് ഈസ് എ ഗുഡ് ആണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഉള്ളത് പറഞ്ഞ് തരുന്നതല്ലേ നല്ലത്. ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് വരുന്തോറും ഇങ്ങനെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകുന്തോറും അതെനിക്കൊരു ഭയങ്കര ഓപ്പൺ മൈൻഡ് നല്ലതല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടല്ലോ കുറേശ്ശെ പയ്യെ ഇങ്ങനെ പുറകോട്ട് വലിഞ്ഞ് കുറച്ച് സൈലൻ്റ് ആകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എത്ര നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നവർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ എല്ലാവരും വിശ്വസിക്കും. അവൾ പറഞ്ഞത് ശരിയാണല്ലേ, അവൻ പറഞ്ഞത് ശരിയാണ്. പിന്നെ എന്നറിയുമോ, സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പം നമ്മളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സാമ്പിൾ വർക്ക് ചെയ്യുമ്പം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓടി നടന്ന് പടപടയായിട്ട് നല്ലപോലെ വർക്ക് ചെയ്യും. പക്ഷേ ചിലർ അങ്ങനെ അറിയുമോ, സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ എന്താണെന്നറിയോ, അവർ വർക്ക് ചെയ്യില്ല. പക്ഷെ അവരുടെ സംസാരവും അവരുടെ ആ സ്റ്റൈലും വോക്കിംഗ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗുഡാണ് എന്ന് പറയും. പക്ഷെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഓടി നടക്കുന്നവരെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ സ്മാർട്ട് വർക്ക് അല്ലേ, ഹാർഡ് വർക്ക് ഒന്നുമല്ല, സ്മാർട്ട് വർക്കാണെന്ന് പറയും. അപ്പം ഞാൻ എന്നെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവം വെച്ച് കഴിയുമ്പോൾ അതൊരു ഭയങ്കര ബാഡായിട്ടാണ് തോന്നുന്നത്. നമ്മളെപ്പോഴും സൈലൻ്റ് ആയിരുന്നിട്ട് സൈലൻ്റ് ആയിട്ട് ഒന്ന് ഭയങ്കരമായിട്ട് കാര്യം ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും വിശ്വസിക്കും. കാരണം ഓരോരുത്തർ പറഞ്ഞത് ശരിയാണ് തെറ്റാണെന്ന് വിശ്വസിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കും. ഇനി ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി അത് കേൾക്കുമ്പോൾ ശരിയാണ്, അവൾ പറഞ്ഞത് ശരിയാണ്, ഇവള് പറഞ്ഞായിരിക്കും ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാം പറയത്തില്ലേ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മളെ ആരും വിശ്വസിക്കില്ല. അപ്പം ഈ സൈലൻ്റ് ആയിരിക്കുന്നവർ എല്ലാവർക്കും ഇഷ്ടമാണ്, അവർ നല്ല പണിയെടുക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് പറഞ്ഞു വന്നു കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും നടക്കുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ എന്താ വെച്ചാൽ വീട്ടിലെങ്ങനെയാണെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞറിയാം. വീട്ടിലും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ചിലർ എന്നല്ല നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ പുറത്തുനിന്ന് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളോട് പറയും, അയ്യോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയണം, നല്ല സ്മാർട്ടായിട്ട്, അങ്ങനെയുള്ളത് നല്ലതെന്ന് പറയും. പക്ഷേ അവർ തന്നെ പറയും അതൊരു മോശമാണെന്ന് പറയും. കാരണം അവരെ അങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ, നിങ്ങൾ അങ്ങനെ പറയരുതെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനാണ്, മുഖത്ത് നോക്കി പറയണോ അതോ അറിയോ നമ്മുടെ വായിൽ നിന്നും നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരാളെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിപ്പിച്ചു കൊടുക്കാനും ഓരോ പുതിയത് കാണുമ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അത് പഠിച്ചെടുത്തിട്ട് നമ്മൾ പിന്നിൽ നിന്ന് കുത്തത്തില്ലേ,
എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴേ, ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം, അന്ന് പ്രോബ്ലം അല്ലായിരിക്കും, ചിലപ്പോൾ അവരായിരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്ത് തെറ്റാണെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് ദഹിക്കത്തില്ല. അപ്പോഴത്തേക്കും പോയിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ അങ്ങോട്ട് മോശമായിട്ട് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ മേലെ കംപ്ലൈൻറ്റ് പറയും. പക്ഷെ ആ പോയി പറയുന്നവർ അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ പിന്നെ ഇവർ ഓപ്പൺ മൈൻഡർ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും എന്ന് വിചാരിക്കും അല്ലേ. അപ്പോഴേ ഞാനിപ്പം 6:45 ഞാൻ വന്ന് നോക്കി അങ്ങനെ ഉണ്ട് കേട്ടോ. 6 മണിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ എവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഞാൻ 4 മണിയായപ്പോഴും എടുത്തു. എന്നും ഞാൻ രാവിലെയൊക്കെ എടുക്കുന്നത്, ഇന്ന് ഞാൻ 4 മണിയായപ്പം വന്നപ്പോഴേ എടുത്തിട്ടുള്ളൂ. കാരണം അങ്ങ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എനിക്കിപ്പോഴും ഒരു സമയം ഫിക്സ് ചെയ്ത് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വെക്കുന്ന റെസിപ്പി എന്നറിയാം, ബിരിയാണി. നമ്മുടെ ഇവിടുത്തെ ദൊണ്ണ ബിരിയാണി എന്ന് പറയും കേട്ടോ, ഗ്രീൻ കളറുള്ള ബിരിയാണി. അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് വേണം വെക്കാൻ. എൻ്റെ ഹസ്ബൻഡൊക്കെ വരാൻ ലേറ്റാകും കേട്ടോ, ഏകദേശം 12 മണിയൊക്കെ ആവും. ഞാൻ കുറേ നാളെ ബിരിയാണി കഴിച്ചിട്ടെ. അപ്പം ബിരിയാണി, അങ്ങനത്തെ ഗ്രീൻ കളർ ബിരിയാണി കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ആ റെസിപ്പി നിങ്ങളെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റാണ് ഏറ്റവും നല്ലത്. അതും എൻ്റെ അനുഭവമാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും അവരുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ല, പിന്നിൽ നിന്ന് പറയണം. പിന്നിൽ നിന്ന് പറയുമ്പോഴുണ്ടല്ലോ എന്നറിയാമോ, അപ്പോൾ അവർ നമ്മളെ വിശ്വസിക്കും. എൻ്റെ അനുഭവമാണ്. അപ്പം നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കണം. പക്ഷെ എന്നാലുണ്ടല്ലോ എനിക്കത് പറ്റില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയണം. പക്ഷെ എനിക്ക് പല സ്ഥലത്തും എൻ്റെ കസിൻ സിസ്റ്ററും പറയാറുണ്ട്, അവൾ എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ, ഭയങ്കരമായിട്ടല്ല ഓപ്പൺ മൈൻഡാണ്, എന്തുണ്ടെന്ന് തുറന്നു പറയും. പക്ഷേ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈയിടെ കൂടെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയണ്ട, നമ്മളെ ആരും മനസ്സിലാക്കത്തില്ല, നമ്മളത് ചെയ്ത് നല്ലതാണോ പറഞ്ഞെന്ന് ആരും ചിന്തിക്കില്ല. നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് പറയുമ്പം നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരും. അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നതെന്ന് പറഞ്ഞ് എൻ്റെ കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ അങ്ങനെ പറയുന്നത്, എപ്പോഴും സൈലൻറ്റ്, അതാണ് നല്ലത്. കാരണം നമ്മൾ മറ്റുള്ളവരെല്ലാവരും നമ്മളെ നല്ലവരായിട്ട് കാണും. അയ്യോ ഇവർ നല്ലവരാണ്, അയ്യോ എന്ത് സൈലൻ്റാണ് അല്ലേ. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് നല്ല സൈലൻ്റായിട്ട് വർക്ക് ചെയ്ത് പോകുന്നു, സ്മാർട്ട് വർക്കർ എന്നൊക്കെ പേര് വീഴും അല്ലേ. അതേപോലെ ആകാനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഓപ്പൺ മൈൻഡൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഇത് ചെയ്യാനെന്ന് ഓർത്താൽ ഞാൻ ഇരിക്കുന്നത്. കാരണം പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ എക്സ്ട്രാ നമ്മൾ അതിന് വേണ്ടി സൈലൻ്റ് ആകാൻ വേണ്ടി നമ്മളൊരു ആക്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എപ്പോഴെപ്പോഴും സംസാരിക്കുന്നവരും എപ്പോഴും എല്ലാം തുറന്നു പറയുന്നവരും ഒക്കെ ഉണ്ടല്ലോ, തുറന്നു പറഞ്ഞ് ഞാൻ അങ്ങനെയല്ല, സീക്രട്ടൊന്നുമല്ല കേട്ടോ. ഒരു തെറ്റ് കാണുമ്പോൾ ആ സമയത്ത് ഞാനത് പറയും. അതാണ് ഞാൻ ഓപ്പൺ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ എല്ലാ ഓപ്പൺ മൈൻഡ് അല്ല. നമുക്ക് ഓപ്പൺ മൈൻഡ് പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്ന സീക്രട്ടുകൾ അതൊന്നും പറയാൻ പാടില്ല. അതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട സംഭവങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം, പറയേണ്ടത് നമ്മൾ പറയണം, അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞ് സൈലൻ്റായിട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. നമ്മൾ നല്ലൊരു പേരെടുക്കും, നല്ലൊരു മീൻസ് നെയിം നമുക്കുണ്ടാവും. ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഓപ്പൺ മൈൻഡിൽ പറയുന്നവർ ആർക്കും ഇഷ്ടമില്ല. പക്ഷെ അവരുടെ മനസ്സിൽ കളങ്കമില്ലെന്ന് അവരാരും കരുതില്ല. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഞാനത് വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കുറേ ദിവസം നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്, അപ്പം അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ കൊണ്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുമല്ലേ, ഈ ഓപ്പൺ മൈൻഡിലുള്ളവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, രാത്രിയിലായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അന്നേരത്തേക്കും കറണ്ട് ഒരു 2-3 hours കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ. ഇപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയതാണ്. റെഡി ആയപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ.